തൃശൂർ സ്വരാജ് റൗണ്ട് പുലിക്കൂട്ടങ്ങൾ കൊണ്ട് നിറയാൻ ഇനി ബാക്കിയുള്ളത് വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം. പുലിമടകളിൽ പുലികളെ ഒരുക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ്. ഇത്തവണ 7 പുലിമടകളിൽ നിന്നുള്ള പുലിക്കൂട്ടങ്ങളാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. തൃശൂരിൽ നിന്ന് കാളിദാസും മേഘനയും ചേരുകയാണ്. കാളിദാസ്, മേഘന, ഗുഡ് മോർണിംഗ്. തൃശൂർ റൗണ്ടിനെ വിറപ്പിക്കാനായി പുലിമടകളിൽ പുലികളെല്ലാം ഇപ്പോൾ സെറ്റാണോ? അനുപ്രിയ, തൃശൂരിന്റെ രണ്ടാം പൂരം കൊടിയേറാൻ അല്ലെങ്കിൽ കൊടിയേറിക്കുന്നു അരങ്ങേറാൻ സ്വരാജ് റൗണ്ടിൽ പുലിക്കൂട്ടം ഇറങ്ങാനായി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പല ഭാഗങ്ങളിലും 7 ദേശങ്ങളിലായി 7 സംഘങ്ങളാണ്. ഈ ഒരു 7 സംഘങ്ങളിലായി എല്ലാവരുടെയും മെയ്യെഴുത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിലാണ്. കേരളവർമ്മ കോളേജിന്റെ ഇവിടെ കാനാട്ടുകര ദേശത്തിന്റെ മെയ്യെഴുത്തെല്ലാമാണ് ഇവിടെ നടക്കുക. എന്തായാലും മേഖലയുണ്ട്. അനുപ്രിയ, നമ്മളിവിടെ എല്ലാവരും സെറ്റാണ്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇനി വൈകുന്നേരം വരെ, രാത്രി വരെ നമുക്കിവിടെ പുലി മേളമായിരിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിലാണ്. കേരളവർമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിയ തരത്തിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം പുലി ഒരുക്കങ്ങൾക്കൊക്കെ വലിയ തരത്തിൽ പേര് കേട്ടിട്ടുള്ള ഒരു കോളേജാണ് കേരളവർമ്മ. അവിടെ ഞാനും കാളിദാസും എത്തുമ്പോൾ നമുക്ക് പറയാനും ഇവർക്ക് പറയാനും ഒരുപാട് കഥയുണ്ടല്ലേ കാളിദാസ്? കുറെ ഇഷ്ടം പോലെ. കാരണം നമ്മൾ വിശേഷം പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. ഇപ്പൊ നമ്മൾ ഒരു ദേശത്തിന്റെ വിശേഷത്തിലോട്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഇവിടെ മെയ്യെഴുത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. മെല്ലെ മെല്ലെ ആൾക്കാർ വന്നു തുടങ്ങുന്നു. ഓരോ സംഘത്തിലും 51 പുലികളാണുള്ളത്. അങ്ങനെ 350-ലധികം പുലികൾ ഇന്ന് സ്വരാജ് റൗണ്ടിൽ നിറയും. അതിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം ഈ കേരളവർമ്മ കോളേജിൽ നടക്കുന്നത്. അതിൽ കാനാട്ടുകര ദേശത്തിന്റെ പുലികൾക്കായുള്ള ഒരുക്കങ്ങളാണ്. പുലികളെ ഒരുക്കുന്ന തിരക്കിലാണ് നമുക്കെല്ലാം. എന്തായാലും ഈ ദേശക്കാര് ഇവിടെ കേരളവർമ്മയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു മുറിയിലാണ് ഇവിടെ പുലികളുടെ ഒരു ചമയമെഴുത്തും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഇതാ ഒരു ഈ സമയം 7:30 ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ചമയൊക്കെ നമുക്ക് ബാക്കിയുള്ള ഇപ്പം മെയ്യെഴുത്ത് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള പുലിവേഷധാരികളായിട്ടുള്ള ആൾക്കാർ. ചേട്ടാ, എങ്ങനെയാണ്, എത്രത്തോളം ആവേശമുണ്ട്? ആവേശം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 1ാം സമ്മാനം അടിക്കണം ഒരു ആവശ്യമുണ്ട്. മത്സരബുദ്ധി തന്നെയാണ്. അപ്പോ എങ്ങനെയാ ഇത് എത്ര സമയം എടുത്തു ഇത് വരച്ച്? 3 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ കഴിഞ്ഞത് 5 മണിയായപ്പോ. ഇനി വൈകുന്നേരം വരെ ഇതേ നിൽക്കണം. മുന്നേ ഇത് പുൽക്കളിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ട് 18 വയസ്സിൽ തുടങ്ങിയതാ. എനിക്കിപ്പോ 49 വയസ്സായി. കാളിദാസിന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമുക്കും പുലിക്കളിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നില്ല. അതാണ്. അവരാണെങ്കിൽ വയറുണ്ട്. ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വയറില്ലാത്ത ആൾക്കാർ. പക്ഷെ തൃശ്ശൂർക്കാര് പറയാ ബൃഹത്തായ വയറുള്ളവർക്കാണ് പുലിക്കളിയിൽ കെങ്കേമമായിട്ട്. അല്ലെങ്കിൽ ഓണസമയത്ത് കുടവേർമാർ ഭയങ്കര ഡിമാൻഡ് അല്ലേ? പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാത്ത സമയം സാധാരണ ഈ ഇതിലൊക്കെ പറയുന്ന മാവേലി ഈ നമ്മൾ കാണിക്കുന്ന കൊടവേറിനാണ്. പക്ഷെ മാവേലി ശരിക്കും കൊടവേറിനല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വാദമൊക്കെ ചേട്ടാ, ഒരു ചെറിയ വയറുള്ള ചേട്ടൻ കാണിച്ചത്. അപ്പൊ ഇതിലെങ്ങനെയാണ് വ്യത്യാസം നമുക്ക് നോക്കാം. 3 പേരുടെ 3 പേരില്ല, കാളിദാസിനെ ഒഴിവാക്കണം കേട്ടോ. രണ്ട് അതായത് ചേട്ടന് ചെറിയ വയറാണ്. എങ്ങനെ വയറുണ്ട്? ഈ വയറെങ്ങനെ ഉണ്ടാക്കി? പഴങ്കഞ്ഞി കുടിച്ചിട്ടാണോ? നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതാ. അച്ഛനും അമ്മമ്മയ്ക്കും ഒക്കെ ഉള്ളതാ. അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പൊ ആ പാരമ്പര്യം നമുക്ക് കിട്ടി. പുലിക്കളി കളിച്ചേക്കാന്ന്. അച്ചാച്ചൻ പണ്ട് ഒലക്കമ്മ കയറി കളിച്ചിട്ടുള്ള ആൾക്കാരാ അവര്. അച്ഛന്റെ അച്ഛൻ. അപ്പൊ ആ പാരമ്പര്യം നമുക്കായിട്ട് കിട്ടി. അപ്പൊ നമ്മള് അത് തുടർന്ന് അങ്ങോട്ട് കയറി. പൊലക്കമ്മ കയറി ഞാൻ കൊടിയും വണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊലക്കമ്മ വയറ് കുറച്ച് വയറ് കുറവായാലും നമ്മളെ കളി എന്ന് പറഞ്ഞാൽ 1-1.5 കളി തന്നെയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. സ്റ്റെപ്പൊക്കെ പഠിച്ചു വെച്ചോ? ഇപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് നമ്മള് വേഷണെന്താ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കളി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കളിയാ. വണ്ണം കുറഞ്ഞെടുക്കാകുമ്പോ കളിക്കാൻ കുറച്ച് ഉഷാറുണ്ടാവും. വണ്ണം കൂടിയവർക്ക് അതിനുള്ള അപ്പൊ അവരെ കളി കളിക്കും. വയറ് കുലുക്കി കളിക്കും. നമുക്ക് വയറ് കുറവാകുമ്പോ നമ്മൾ അതിനുള്ള കളി നമ്മൾ കളിക്കും. ഇത് അത്ര സിമ്പിൾ അല്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അത്ര സിമ്പിൾ അല്ല അല്ലേ ഈ വയറണക്കില്? അതൊന്നും കുഴപ്പമില്ല. വയറിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഞാൻ മുൻധാരണ വെച്ചിട്ട് പലതും പറയാണ്. ഇതൊന്നും യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ രാത്രി വരെ ഇങ്ങനെ വയറനക്കി ഡാൻസ് കളിച്ച് അടിപൊളിയായിരിക്കും. അടിപൊളിയാവും. എത്ര ഏകദേശം ഇവിടെ? 51 പുലിയാണ് ഏറ്റവും കൂടുതൽ പാടുന്നു. 35 കുറയാനും പാടില്ല. ഏറ്റവും കൂടുതൽ 51. നമ്മളിവിടെ 51 ഉണ്ട്. ഇനി ആൾക്കാർ വന്നോണ്ടിരിക്കാണ്. പക്ഷെ നമുക്ക് അതിനെ ഇടാൻ പറ്റില്ല.
50 മേലെ. എനിക്കൊരു സംശയം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ ചരിത്രം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് പണ്ട് ഈ ടിപ്പുവിന്റെ ആ ഒരു സമയത്താണ് ടിപ്പുവിനെ കളിയാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുശേഷമാണ് ഈ പുലികളി എന്നുള്ള ഇത് തുടങ്ങിയതെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കുറെ കേൾക്കുന്നുണ്ട്. പണ്ട് ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയതാണെന്ന് കേട്ടു. എന്താ ശരിക്കും ഇതിന്റെ ഒരു നമുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയാം. നമ്മള് ജനിക്കുമ്പോ ഈ പുലികളി ഉണ്ട്, അപ്പൊ തൊട്ടേ ഉണ്ട്. അപ്പൊ തൊട്ട് നമുക്കൊരുവിധം നമുക്കിത് ആഘോഷമാണ്. തൃശ്ശൂർക്കാർക്ക് ഇത് ആഘോഷമാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ അടുത്തൊരു പൂരണത്. അതെ, തൃശ്ശൂരിന്റെ 2ാം പൂരമാ. അതാണ് ഇന്ന് സ്വരാജ് റൗണ്ടില് ഓണം അവസാനിക്കുന്നത്. ഇന്നത്തോടെ അവസാനിക്കും ഈ പുലിക്കളിയോടെ ഓണം അവസാനിക്കണം. നമ്മള് വരത്തന്മാരോട് എന്താ പറയാനുള്ളത്? ഭാരതന്മാരും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല, ആഘോഷം അടിച്ചു പൊളിച്ച് നടക്കണം. ഇതോടിട്ട് തൃശ്ശൂർ പൂരം കഴിഞ്ഞ മരുന്ന് പുലിക്കളി അവസാനിക്കുക. ഓണം ഇതോടെയാണ് അവസാനിക്കുന്നത്. മരുന്ന് കലാശക്കോട്ടാണ്. അപ്പൊ നമുക്കിത് കപ്പടിക്കണം. കപ്പടിക്കാൻ വേണ്ടി സെറ്റാണ്. ഞങ്ങളക്കും കനാട്ടുകാർക്ക് ഇത്ര ഉഷാറുണ്ട്. ഇത്രയൊന്നുമില്ല, അതിനോ ഉഷാറുണ്ട്. അടിച്ചു വാ മക്കളെ. ഞാൻ ഇപ്പൊ കണ്ടതിൽ വെച്ച് കുറച്ചും കൂടെ വലിയ വയറ് ചേട്ടനെയാണ് കേട്ടോ. ചേട്ടാ, ഈ വയറെങ്ങനെയാ? വയറ് പാരമ്പര്യമാണ്. ഇത് പുലിക്കളിക്ക് മെയിൻ ആവോ ഈ വയറും വെച്ചിട്ട്? ഞാൻ 36 വർഷമായി. എങ്ങനെയാ എല്ലാ വർഷത്തെ ഒരു അനുഭവം എങ്ങനെയാ? ഒന്നുകൂടി ഉഷാറക്കണമെന്നുള്ള അനുഭവം. കരിമ്പുലിയുടെ ഉസ്താദാള്. അപ്പൊ നമുക്കൊന്ന് ഒരു ആവേശം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുത്താൽ. അനുപ്രിയ, ഇത്രത്തോളം ആവേശമാണ് ഇവിടെ കേരളമേൽ. ഇപ്പോ ജസ്റ്റ് ഈ സജ്ജീകരണം ഒക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആവേശം മേഘന മറ്റൊരു മേഘന, അതായത് ഈ എല്ലാ വർഷത്തെ പോലെ പുലികളിയില് മേഘന ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മേഘന? അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഈ പുലികളിയിൽ വലിയൊരു പ്രത്യേകതയായിരുന്നു ഈ പെൺപുലികളും കുട്ടിപ്പുലികളും ഒക്കെ. അവിടെ ഈ പെൺപുലികളും കുട്ടിപ്പുലികളും അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? അനുപ്രിയ, ഇപ്പൊ ഇവിടെ കേരളവർമ്മയിൽ ഈ പുലി വരയൊക്കെ ചമയം എഴുത്തൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരൊക്കെ, അതായത് ഈ ദേശത്തിൽ തന്നെ 51 പുലികളുണ്ട്. 51 പുലികളും ആൾക്കാരൊക്കെ വരണത്രേ. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ചേട്ടാ, ഇവിടെ പെൺപുലികളൊക്കെ ഉണ്ടോ ഈ ദേശത്തില്? പുലിയില്ലേ നമ്മുടെ അവിടെ? 51 പുലിയുണ്ട്, ഒരു 3-4 കുട്ടികളുണ്ട്, ചെറുത്. 3 കുട്ടിപ്പുലികളുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വലിയ പുലികളാ. അതായത് ഇപ്പോൾ ഇവിടെ ഈ ദേശത്തില് പെൺപുലികൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വലിയ സർപ്രൈസ് എലമെന്റ് ആയി പെൺപുലികളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. പല ദേശങ്ങളുമായിട്ട് പെൺപുലികളും ഒക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വരക്കുന്ന ഒരു കാളിദാസ്, അപ്പൊ കാളിദാസാണ് ഈ പുലിക്കളിയുടെ മെയിൻ. എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാളിദാസ് വന്നത്. അപ്പൊ കാളിദാസ് ബാക്കി പറയും. ഇപ്പൊ ഇവിടെ കുട്ടിപ്പുലികളുണ്ട്. കുട്ടിപ്പുലികളൊക്കെ ഇനിയിപ്പോ വരാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ കുട്ടിപ്പുലികളൊന്നും ഇല്ല. ഇവിടെ മെയ്യെഴുത്ത്, കാനാട്ടുകര ദേശത്തിന്റെ മെയ്യെഴുത്താണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ഘട്ടമാണ്. ഇനി ഇത് ഉണങ്ങി, ആദ്യം ഇതൊന്ന് വരച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉണങ്ങി വീണ്ടും അതിന്റെ പുറത്ത് വീണ്ടും ചായം പൂശി അങ്ങനെ മണിക്കൂറുകൾ എടുത്തിട്ടുള്ളൊരു കഷ്ടപ്പാടുണ്ട് അനുപ്രിയ ഇതിന്റെ പുറകിൽ. എന്നാലും ഈ ഒരു ആവേശം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ സഹിച്ചിട്ടും അവർ രാത്രി വരെ ഈ ഒരു ആവേശം നിലനിർത്തും. അല്ലെങ്കിൽ തൃശ്ശൂർ ചേട്ടാ, എന്തുട്ടാ വിശേഷം? 2 മണി തൊട്ട് വരെ പ്രത്യേകിച്ച് ഇതൊന്നും പറയാലേ കമ്മിറ്റി ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ പുലികളി വേഷം നടത്തുന്നത്. നമ്മള് കപ്പ് ഉറപ്പാണ്, അടിച്ചു കയറി വരും. ചേട്ടാ, പേരെന്താ? കൊറേ വർഷമായിട്ട് ഈ പുലിക്കളി കെട്ടുന്നുണ്ട്? 24 കൊല്ലമായി. 24 വർഷമായി. സീനിയർ പുലി രൂപത്തിൽ വരുമ്പോൾ സീനിയർ പുലിയായി മാറും. അപ്പൊ എങ്ങനെയാ വിശേഷമൊക്കെ? എങ്ങനെയാ എന്താ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാ ഈ വരക്കുന്നതിന്റെ ഒക്കെ? വരക്കരൂല. ഇനിയിപ്പോ ഈ 10 മണി വരെ നിൽപ്പ് തന്നെ നിൽക്കണം. അത് ഇത് കഴിയുമ്പോ ശീലായിന്റെ ഇതിപ്പോ എല്ലാ ലെയറും കഴിഞ്ഞോ? ഇല്ലില്ല, തുടങ്ങണല്ലോ. ചേട്ടാ, എങ്ങനെയാ ഇതിന്റെ ഒരു വരക്കുന്ന രീതികളൊക്കെ? എങ്ങനെയാ വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്കെച്ച് ഇട്ട് കളറുകൾ വെച്ച് കളറ് ഉണങ്ങി കഴിയുമ്പോൾ മറ്റുള്ള ഫിനിഷിംഗ് വർക്കിൽ കിടക്കണം. അപ്പൊ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു 3 ലെയർ വേണ്ടി വരും. ചെറിയൊരു വയറുള്ള ചേട്ടൻ, അപ്പൊ വലിയ വയറുള്ളവർക്ക് കുറച്ചും കൂടി എടുക്കും. ഇതൊരു അരമണിക്കൂർ എടുക്കും ഇത് വരയ്ക്കാനായിട്ട്.
ഉണ്ട്. അതിപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് നേരത്തെ തുടങ്ങിയതാ. 3 മണിക്കൊക്കെ തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട ചേട്ടനൊക്കെ പറഞ്ഞാൽ നേരത്തെ 3 മണി 2 മണി സമയം തൊട്ട് അവര് ഈ ഒരു ഇതിന്റെ പുറകെ നിൽക്കുകയാണ്. ഇനി അത് ഉണങ്ങാനുള്ളൊരു പ്രക്രിയയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ പുറത്തിറങ്ങിയത്. ഉണങ്ങി വീണ്ടും അടുത്ത ലെയർ അടിക്കാനുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കണം. അതിന് ആ ഒരു സമയത്ത് മറ്റുള്ള പുലികളെ ഒരുക്കണം. 51 പുലികളുണ്ട്. എല്ലാ 7 സംഘങ്ങളിലായിട്ട് ഓരോ സംഘത്തിലും 51 പുലികളും, മാക്സിമം 51 പുലി, മിനിമം ഒരു 35 പുലി എന്നുള്ള കണക്കിലാണ്. എന്തായാലും എല്ലാ ദേശങ്ങളിലും 51 പുലികൾ എങ്ങനെയായാലും ഇറങ്ങും. പോരാത്തതിന് വനിത, അതിൽ തന്നെ വനിത പുലികളും കാണും, കുട്ടിപ്പുലികളും കാണും. നമ്മള് വനിതകളുടെ അഭിമാനം ഉയർത്താൻ വേണ്ടി ഞാനൊരു പ്രതീക്ഷിക്കുന്ന ഒരു 10 വനിതാ പുലികളൊന്നും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കളി എന്തായാലും ഉണ്ടാവും. കാരണം ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് തൊട്ടേ ഈ പുലികളിയിൽ ഈ വനിതകളെ മാറ്റി നിർത്തിയൊരു ചരിത്രം ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു 16 തൊട്ടേ ഞാനാണ് പെൺപുലികൾ. ഒരു കാര്യമുണ്ട്, അത് മാറ്റി നിർത്തിയിട്ടില്ല. അവർക്ക് ഇപ്പം വനിതകൾ അതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഇപ്പോഴാണ് കൂടുതലും ഇതിലേക്ക് ഇറങ്ങുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ആൺ പെൺ വ്യത്യാസം ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ താല്പര്യം അനുസരിച്ച് വരുന്നവർക്കെല്ലാം. മാത്രമല്ല നമ്മളിപ്പം ഇനിയും ഒരുപാട് സീനിയറുകളെ കാണാനുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളിപ്പോ കണ്ടതൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്. അതായത് വലിയത് വരാനുണ്ട് അത്രയും. നമുക്ക് ഈ കാനാട്ടുകര ദേശത്തിന്റെ ഒരു സംഘാടകനായിട്ടുള്ള ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരുക്കങ്ങളൊക്കെ? എങ്ങനെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ ഒരു ഇത് ആയി, ടേബിള് സെറ്റായി, മേളക്കാര് ഇപ്പൊ വരകൾക്ക് തുടങ്ങി. പുലർച്ചെ 5 മണി തൊട്ട് ഞങ്ങൾ തുടങ്ങി. ഇപ്പൊ ഇനി അധികം പേരില്ല. ഞങ്ങളൊരു മാക്സിമം ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങളുടെ എല്ലാ വർക്കങ്ങളും കഴിയും. 4:30 ഇവിടുന്ന് ഇറങ്ങും ഞങ്ങൾക്ക് സമയം 6:30 കിട്ടിയിട്ടുള്ളത്. റൗണ്ടിൽ കയറാൻ 6:30 കിട്ടിയത്. 6:30 ഞങ്ങൾക്ക് നടുവിനോട് കളിക്കാൻ സമയം തന്നിട്ടുള്ളത്. 8:45 9 മണിനുള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾക്ക് സമയം. അതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് രീതികൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക? അതായത് നമുക്ക് കുറെ പേർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല, ഈ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കേരള കോളേജിൽ ഒരു മേളം അത് കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ഞങ്ങളുടെ സെന്റർ ഉണ്ട്, കാനാട്ടുകര സെന്റർ. അവിടെ ഒരു കളി എല്ലാ പുലികളും കാഴ്ച വെച്ചിട്ടുണ്ട്. ഞങ്ങള് പോവാം. പിന്നെ പടിഞ്ഞാറ് കോട്ടയിലൊരു കളി ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ പിന്നെ പോകേണ്ടത് നടുവിലാൻ്റെ അവിടെ കളി കഴിഞ്ഞ് ജോസ് തിയേറ്റർ, അവിടെ ഞങ്ങൾക്ക് മാർക്ക് പോയിന്റ് ഉള്ള സ്ഥലങ്ങൾ വേണത് അച്ഛൻ. പിന്നെ നമുക്കൊരു പ്രത്യേകത പറയാനുള്ളത്, ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു. മൊട്ടത്തലയന്മാര് ഞങ്ങൾക്ക് 100 പേര് വരുന്നുണ്ട്. ഞങ്ങൾക്ക് വളണ്ടിയേഴ്സ് ആയിട്ട്. സസ്പെൻസ് പൊളിഞ്ഞില്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. ഇന്നത്തെ ദിവസമല്ലേ, ഇനി പ്രശ്നമില്ല. പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അവരൊരു 100 പേര് വരുന്നുണ്ട്. അവർ റെഡ് മുണ്ടും ബ്ലാക്ക് ഷർട്ടും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് 100 പേര് ഞങ്ങൾക്ക് വളണ്ടിയേഴ്സ് ആയിട്ട് അവര് വരുന്നുണ്ട്. മൊട്ടത്തലയന്മാരെ യൂണിയന്മാർ ഒരു ഇതുണ്ട്, അവര് വരുന്നുണ്ട്. അതിന് ഞങ്ങളുടെ ഒരു സസ്പെൻസ് ഉണ്ടാവും. ഇനി നമ്മളോട് പറയാത്ത വല്ല സസ്പെൻസ് ഉണ്ടോ? ഇല്ല, നമുക്ക് ഇത് തന്നെയുള്ളൂ. ഒന്നുമില്ല. പല ദേശക്കാരും പറയുന്നത് അവർക്ക് പറയാത്ത പല കാര്യങ്ങളും. അങ്ങനെ ഇനിയിപ്പോ വന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസമല്ല. ഇന്നിപ്പോ നമുക്ക് സസ്പെൻസ് വെച്ചാലും വേറെ ഒന്നും ചെയ്യാനും പറ്റില്ലായിരിക്കും. ഇനിയിപ്പോ ഇതിന്റെ വേഷങ്ങളൊക്കെ എപ്പോഴത്തേക്ക് എത്തും? വേഷങ്ങൾക്ക് ഇതിപ്പോ ആയി തുടങ്ങിയിട്ട് മുഖംമൂടി അവിടെ വെക്കിന്റെ അത് ആ സമയം കൊണ്ടുവന്ന് വെക്കുള്ളൂ. ട്രൗസറും സാധനങ്ങളൊക്കെ. അതേപോലെ ചേട്ടാ, ഇത്തവണ ഈ കയ്യുറ, ഈ കാൽ പാതുകം, ഇത് ഇത്തവണ അതുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. ടീമിനില്ല, അതാരോ വെക്കുന്നെന്ന് പറഞ്ഞു. നമുക്കതറിയില്ല. നമുക്ക് ഇവിടെ ഓരോ ദേശങ്ങളും വ്യത്യാസം. ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് താളത്തിനനുസരിച്ച് കളിക്കുക. അങ്ങനത്തെ പുലികളിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്കത് വേണ്ട. അതടിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിച്ച് പോരും. അത് ഉറപ്പാണ്. കാനാട്ടുകര ദേശം അവരുടെ വൈബ് കയറി കഴിഞ്ഞു. ഇത് 7:30 മണിയാവുമ്പോഴേക്ക് തന്നെ വലിയ വൈബിലാണ്. അതായത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചെറിയ പൂരം, പുലിക്കളി വലിയ തരത്തിൽ അടിപൊളിയാക്കാൻ നമ്മുടെ ചേട്ടന് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ദാസപ്പൻ ചേട്ടൻ ഒരു പാട്ട് പാടും. അയ്യോ, ഞാൻ പാട്ടോടെ ഓടി പോകും. ഒരു 2 സ്റ്റെപ്പ് വെച്ചാലോ? കാളിദാസൻ ചേരാം. 2 സ്റ്റെപ്പ് വെക്കാൻ. വയറില്ല, തൽക്കാലം വയറില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ട്രയൽ സ്റ്റെപ്പാണ് കേട്ടോ. ട്രയലാ? എങ്ങനെ ആ പുലികളിയുടെ സ്റ്റെപ്പ്? ഒരു BGM ആവാട്ടോ, ഇല്ലെങ്കിൽ പ്രൊഡക്ഷന് എന്തെങ്കിലും ഒരു മ്യൂസിക് കൊടുക്കണം. മ്യൂസിക് ആവാം, BGM ആവാം. ദാസപ്പൻ ചേട്ടൻ ഈ പുലിക്കളി വേഷം കൂടി കെട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഇപ്പൊ തന്നെ ഫുൾ വൈബാണ്. ചേട്ടാ, എത്ര വർഷമായിട്ട് പുലി കെട്ട്? 36 വർഷം. 36 വർഷം. അപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ? 50 വയസ്സ്. വയസ്സ് പറയാനും മടിയില്ലാന്നല്ലേ? അപ്പൊ ഈ വയറിന്റെ ഒരു രഹസ്യം? ഫുഡ്. നമുക്ക് പുലിക്കളി കെട്ടണം എന്ന് വിചാരിച്ചാൽ ഫുഡ് അടിക്കുക.
പക്ഷേ അപ്പൊ നമ്മുടെയൊക്കെ ഒരു നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് വെച്ചാലേ വയറ് വന്ന സൗന്ദര്യം പോകുന്നൊക്കെയാണ് എന്റെയൊക്കെ വിചാരം. വയറുള്ളവർക്കാണ് ഡിമാൻഡ്. കാളിദാസനും ദാസപ്പൻ ചേട്ടനൊക്കെയാണ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. വയറനക്കി. അപ്പൊ എങ്ങനെ ഈ ചമ്മ എഴുത്തൊക്കെ എപ്പോ തുടങ്ങാം? കുറച്ച് മണിക്കൂറുകൾ എടുക്കില്ലേ? ഇത് വലിയ വയറാണ്. വലിയ കുഴപ്പമില്ല. കരിമ്പൂലില്ലേ വലിയ നിറങ്ങളൊന്നും വേണ്ടി വരില്ല. മേഘന, ഏതായാലും പുലിക്കളിയുടെ ആവേശം അത് ഓരോ ബുള്ളറ്റിലും നമുക്ക് കൃത്യമായി തരേണ്ടതുണ്ട്. മേഘന, പുലിക്കളിയുടെ ആവേശം ഓരോ ബുള്ളറ്റിലും നമുക്ക് കൃത്യമായി തരേണ്ടതുണ്ട്. ഏതായാലും കാളിദാസൻ തന്ത്രപരമായി ചേട്ടന്റെ പിന്നിൽ നിന്ന് ഒളിച്ചു കളഞ്ഞു. ഏതായാലും കൂടുതൽ പുലിക്കളിയെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നമുക്ക് ഓരോ ബുള്ളറ്റിൽ കാണാം. നിങ്ങൾ ഇരുവരും പൂർണ്ണ സജ്ജരാണ്. കേരള വിഷൻ ന്യൂസ് അവിടെ പൂർണ്ണ സെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നമുക്ക് മറ്റു വാർത്തകൾ